വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ നിന്നാലും മകരവിളക്ക് ദർശിക്കാൻ കഴിയും. ആ പ്രദേശത്ത് നാട്ടുകാരും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരുടെയൊക്കെ തന്നെ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. നോക്കുക, അവിടെയെല്ലാം ഇപ്പോൾ ഈ വർഷം വളരെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അയ്യപ്പന്മാർക്ക് തിരിച്ചു പോകുന്നതിനായി KSRTC 1000 ബസ്സുകളുടെ സൗകര്യം മടക്കയാത്രയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ 200 ബസ് അധികമായിട്ടുണ്ട്. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, സ്വിഫ്റ്റ് ഫാസ്റ്റ്, സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ ഡീലക്സ് ബസ്സുകൾ. മറ്റെല്ലാ ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ പിൻവലിച്ച് 15 വരെ സംസ്ഥാനത്തെ ഈ മാസം 15-ാം തീയതി വരെ, അതായത് നാളെയും മറ്റന്നാളും അയ്യപ്പന്മാർക്ക് മടങ്ങിപ്പോകുന്നതിന് പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസ് അതിന് 350 ബസ്സുകൾ പ്രത്യേകമായി മാറ്റിയിട്ടിരിക്കുന്നു. ആ വാഹനങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട്. കോട്ടയം 71, ചെങ്ങന്നൂർ 59, കൊട്ടാരക്കര 50, എറണാകുളം 41, തിരുവനന്തപുരം സെൻട്രൽ 35, പത്തനംതിട്ടയ്ക്ക് 35, എരുമേലി 33, കുമളി 28, കൊല്ലം 23, പുനലൂർ 20, കായംകുളം 16, ആറ്റിങ്ങൽ 13, കാട്ടാക്കട 11, പാല 12, തൃശ്ശൂർ 13. അങ്ങനെ 1000 ബസ്സുകൾ ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് ഭക്തർക്ക് സൗകര്യപ്രദമായി മടങ്ങിപ്പോകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ജനലക്ഷങ്ങൾക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളും ചേർന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മകരവിളക്ക് കാലത്ത് തീർത്ഥാടകർക്ക് ഇനിയിപ്പോൾ ദർശനം 19-ാം തീയതി രാത്രി 10 മണി വരെ മാത്രമാണ്. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് 19-ന് രാത്രി മാളികപ്പുറത്ത് ഗുരുതി നടക്കും. 19-ന് വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടൂ. അന്ന് രാത്രി, അതായത് 19-ന് രാത്രി 10 മണിക്ക് നടയടച്ച ശേഷമാണ് ഗുരുതിയുടെ ചടങ്ങുകൾ തുടങ്ങുക. 2 ദിവസത്തെ ശുദ്ധിക്രിയകളൊക്കെ കഴിഞ്ഞിട്ടാണിപ്പോൾ അയ്യപ്പസ്വാമി സർവാഭരണ വിഭൂഷിതനായി മാറാൻ പോകുന്നത്. തീർത്ഥാടന കാലത്ത് നെയ്യഭിഷേകം 18-ാം തീയതി പൂർത്തിയാകും. തീർത്ഥാടന കാലത്ത്, അതായത് ഉച്ചയ്ക്ക് പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ അയ്യപ്പസ്വാമിക്ക് കളഭാഭിഷേകം നടക്കും. മാളികപ്പുറത്തെ പന്തളം രാജമണ്ഡപത്തിൽ കളഭസദ്യയും അന്ന് നടക്കും. ശബരിമലയിലെ ആചാരപരമായ ചടങ്ങുകളും മാളികപ്പുറത്തെ ഗുരുതിയും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു തീർത്ഥാടന കാലം കൂടി പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. നോക്കുക, ഈ സ്വർണപ്രഭയിൽ തിളങ്ങുകയാണ് സന്നിധാനം ആകെ തന്നെ. ദീപാരാധനയ്ക്ക് നട തുറക്കുന്നതും കാത്ത് ഭക്തലക്ഷങ്ങൾ തിരുമുറ്റത്ത് നിൽക്കുകയാണ്. അതുപോലെ കാനനത്തിൽ പർണശാലകൾ കെട്ടി ഭക്തര് മകരജ്യോതി ദർശിക്കുന്നതിനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതായത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ഹരിഹരാത്മജൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചാണ് ഹരിഹരപുത്രൻ്റെ ബ്രഹ്മചര്യ നിഷ്ഠകളെ വ്യാഖ്യാനിക്കുന്നത്. പലരും ഗൃഹസ്ഥാശ്രമ ജീവിതം കഴിഞ്ഞാണ് സന്യാസത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ ശബരീശ്വരൻ അങ്ങനെയല്ല. ബാല്യവും യൗവനവുമെല്ലാം സന്യാസ ജീവിതമാണ്. ബ്രഹ്മചര്യം പല വിധത്തിലുണ്ട്. ചിലർ ഒരു നിശ്ചിത കാലയളവിൽ മാത്രം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു. കാലയളവ് കഴിഞ്ഞാൽ വീണ്ടും പഴയപടി. എന്നാൽ അയ്യപ്പസ്വാമി അങ്ങനെയല്ല. ജീവിതത്തിലുടനീളം ബ്രഹ്മചാരിയാണ് അയ്യപ്പസ്വാമി. അതും നിഷ്ഠകളോടെ, ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ചിട്ടകളോടെ. അതാണ്
നൈഷ്ഠിക ബ്രഹ്മചാര്യം. താപസവേഷധാരിയായ കാനനവാസൻ സർവാഭരണ വിഭൂഷിതനായി ഭക്തലക്ഷങ്ങൾക്ക് ദർശനമല്ലുന്ന മകരവിളക്കിന് ഇനി അല്പനിമിഷങ്ങൾ മാത്രം. ശ്രീഭൂതനാഥന് മണ്ണിലും മിണ്ണിലും നിറദീപം തെളിയിക്കുന്ന മകരസംക്രമ സന്ധ്യയാണ് ഇത്. ആത്മനിർവൃതിയുടെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങാൻ ഇവിടെ ഭക്തലക്ഷങ്ങളുണ്ട്. ദർശനം കഴിയുന്ന ദിവസങ്ങളിൽ അയ്യപ്പന്മാർ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനം കഴിഞ്ഞിട്ടും അവർ മലയിറങ്ങിയിരുന്നില്ല. ശബരിമലയുടെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട് കാണാവുന്ന പ്രദേശങ്ങൾ നോക്കി വനത്തിലെ അടിക്കാടുകൾ തെളിയിച്ച് പർണശാലകൾ കെട്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. മകരവിളക്കിൻ്റെ മഹാജ്യോതി തെളിയുന്നതും കാത്ത്. കലികാല ദോഷങ്ങൾക്ക് പരിഹാരമായി പരശുരാമൻ ധർമ്മശാസ്താവിനെ കാരണമധ്യത്തിൽ പ്രതിഷ്ഠിച്ച ധന്യമുഹൂർത്തത്തിൽ നാരകാദി ദേവതകൾ കാനനദീപം തെളിയിച്ചു എന്നാണ് ഐതിഹ്യം. സത്യമായ പൊന്ന് 18-ാം പടിയെ ശരണം എന്ന് വിളിക്കുന്നത് 5 അടി നീളം, 9 ഇഞ്ച് വീതി, 9 ഇഞ്ച് പൊക്കം. ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പടികളിലൂടെ കയറി വേണം കോടാനുകോടി ഭക്തന്മാർ ദർശനത്തിന് ഈ ശ്രീകോവിലിന് മുമ്പിലേക്ക് എത്തേണ്ടത് എന്നതാണ്. കലികാല ദോഷങ്ങൾക്ക് പരിഹാരമായി പരശുരാമൻ ധർമ്മശാസ്താവിനെ കാനനമധ്യത്തിൽ പ്രതിഷ്ഠിച്ച ധന്യമുഹൂർത്തത്തിൻ്റെ കഥ ശരണഘോഷങ്ങളുടെ അകമ്പടിയോടെ ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വന്നു. വെളിച്ചപ്പാടിൻ്റെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് പ്രധാന പേടകം അകത്തേക്ക് കൊണ്ടുപോയി തുറന്ന് തിരുവാഭരണങ്ങൾ അയ്യനെ അണിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 18-ാം പടിക്ക് താഴെ ജനങ്ങളുടെ വലിയ സഞ്ചയനം കാണാം. എന്നാൽ ഈ സമയം പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നില്ല. ഇത് നേരത്തെ മരക്കൂട്ടം, ശരംകുത്തി ഭാഗങ്ങളിൽ തമ്പടിച്ചിരുന്നവരാണ്. അവരാണിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ദീപാരാധന കഴിയുമ്പോൾ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപ്പന്തലിൽ വലിയ ക്യൂ ഉണ്ടായിരിക്കുന്നത്. നോക്കുക, പുഷ്പക വിമാനത്തിൽ ഈശ്വരന്മാർ വന്ന് തൽപ്പമൊരുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സൂര്യൻ മറയാൻ പോലും വൈകുന്നു. കാനനവാസൻ സർവാഭരണ വിഭൂഷിതനായി കണ്ടതിന് ശേഷം മറയാം. സംക്രമ സന്ധ്യകൾ സിന്ദൂരം ചാർത്തുകയാണ്. ഇതാണ് ദീപാരാധനയ്ക്ക് നട തുറക്കുന്നതിന് വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഒരു തീർത്ഥാടന കാലം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന ഒരു പുണ്യമുഹൂർത്തത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏത് മലയാളിയുടെയും അഭിമാനമാണ് ശബരിമല. മലയാളക്കരയുടെ ആത്മീയ ഔന്നത്യമാണ് ശബരിമല. ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യമാണിപ്പോൾ കാണുന്നത്. 18-ാം പടിക്ക് താഴെ ഭക്തജനങ്ങൾ നിരനിരയായി നിൽക്കുകയാണ്.
അതാ അങ്ങ് മകരജ്യോതി ദൃശ്യമായി. ദീപാരാധന കഴിഞ്ഞു. 2 വട്ടം വളരെ വ്യക്തമായി മകരജ്യോതി ദൃശ്യമായി കഴിഞ്ഞു. ശങ്കരനാരായണ പുത്രനായി പിറന്ന് പന്തളം രാജകൊട്ടാരത്തിൽ 3ാമത്തെ തവണ അതാ പൊന്നമ്പലമേട്ടിൽ വളരെ വ്യക്തമായി മകരജ്യോതി തെളിയുന്നു. ദേവകളും ഋഷിമാരും ഭഗവാനെ ആരതി ഒഴിയുകയാണ്. പരം പ്രേമസ്വരൂപം, പരമം പവിത്രം, പരം ജ്യോതിസ്വരൂപം ഭജേ ഭൂതനാഥം. താപസവേഷധാരിയായ കാനനവസൻ സർവാഭരണ വിഭൂഷിതനായി അതാ ഒരിക്കൽ കൂടി ഭക്തലക്ഷങ്ങൾ ശരണമയ്യപ്പ. കാത്തിരുന്ന പുണ്യമുഹൂർത്തം. ആസക്തികളിൽ നിന്ന്, പരിഷ്കാരികളിൽ നിന്ന്, കാപഢ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ജ്ഞാനികൾ കാടും മലയും കയറുന്നു. ഒരു ഉത്ബോധത്തിൻ്റെ കരുത്തിൽ സ്വമേധ ബ്രാഹ്മണൻ എന്ന സമ്പന്നൻ എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയം കയറി സമാധിയായി പിന്നീട് സിദ്ധാർത്ഥനായി ജനിച്ചു. ശ്രീബുദ്ധനായി മാറിയെന്ന കഥ. കാമാസുരനെ പരാജയപ്പെടുത്താൻ ശ്രീബുദ്ധൻ സംസാരമലയിലേക്ക് പോയി. ആത്മശാന്തിക്ക് വേണ്ടി ഹിമാലയവും കുടജാദ്രി മലകളുമാണ് ശങ്കരാചാര്യർ തിരഞ്ഞെടുത്തത്. മോക്ഷത്തിൻ്റെ അർത്ഥം തേടിയാണ് നാഗാക്കുന്നുകളിലും ശിവാലിക് മലനിരകളിലും ഗുരുനാനാക്ക് സഞ്ചരിച്ചത്. പീരുമേട് കുന്നുകളിലാണ് ശുഭാനന്ദ ഗുരുദേവൻ സായുജ്യം കണ്ടത്. പഴനി മലയിൽ മുരുകസ്വാമി സ്വസ്ഥത കണ്ടെത്തിയപ്പോൾ തൊട്ടടുത്ത മലയിൽ ഹിഡുംബൻ സ്വാമി താപസനായി. മോക്ഷപ്രാപ്തിയുടെ വഴികൾ തിരുവണ്ണാമലയിലിരുന്ന് രമണ മഹർഷി എണ്ണിപ്പറഞ്ഞു. വർക്കലയിൽ ശാരദാമഠം സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു ആ കുന്നിനെ ശിവഗിരിയാക്കി മാറ്റി. മലകയറ്റം തിരിച്ചറിവിൻ്റെ സഞ്ചാരമാണ്. മലകൾ ഊർജസ്ഥാനങ്ങളാണ്.